ഗൈസ്, അപ്പോൾ നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ, ഇടുക്കിയിലേക്ക് വരെ. ഇടുക്കി തേക്കടി ഭാഗത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വിശേഷങ്ങൾ പതുക്കെ കാണാം. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ നേരത്തെ ഇന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കാണിച്ചൊരു പള്ളി ഉണ്ടല്ലോ, എന്താ പറയുക, മാർത്താ മറിയം ചർച്ച് കുറവലങ്ങാട്. അവിടേക്ക് ആദ്യം പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും പാലാ വഴി. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറവലങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈഡിലേക്ക് എത്താറായിട്ടാണ്. ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ സെൻട്രലിൽ തന്നെയാണ് ആ പള്ളി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു വിൻസെൻ്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പള്ളിയുടെ അവിടേക്ക് തിരിയാനുള്ള ഒരു കർവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ടേണിലേക്ക്. ഇവിടെയാണ് ഈ KSRTC ഈ ബസ് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ആ പള്ളിയിലേക്ക് തിരിയാനുള്ള ഒരു വളവ്. ഇവിടെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഉദ്ഘാടനവും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചർച്ചിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പോലീസുകാർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു തടസ്സം ആ കാര്യങ്ങളൊക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ കവാട ചർച്ചിൻ്റെ. നേരെ മുന്നിൽ കാണുന്ന വലിയ 2 ഗോപുരങ്ങളുള്ള പള്ളിയാണ് നമ്മുടെ കുറവലങ്ങാട് മാർത്താ മറിയം ചർച്ച്. ഇതൊരു ഫൊറോന ചർച്ചും കൂടിയാണ്. പിന്നെ കുറേ തീർത്ഥാടകർ എപ്പോഴും ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ആദ്യ വെള്ളിയാഴ്ച ആയ കാരണവും തന്നെ കുറേ ആൾക്കാർ കുറേ സ്ഥലത്ത് നിന്ന് തീർത്ഥാടകരായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ കുർബാനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, പോയി നോക്കണം. കാലുകുത്താൻ സ്ഥലമുണ്ടോ സ്ഥലമില്ലേ എന്നുള്ളതൊക്കെ. നല്ലൊരു ഗുഡ് ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, നല്ല ഒരു അന്തരീക്ഷമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ അവരുടെ നിയോഗങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. കാര്യസാധ്യത്തിനും നന്ദിയൊക്കെ ഏൽപ്പിക്കാനൊക്കെ ആയിട്ട്, അർപ്പിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങൾ ചർച്ചിലേക്ക് പ്രാർത്ഥിക്കാനുള്ള പരിപാടിക്കായിട്ട് പോകട്ടെ ഗൈസ്. അപ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്നതാണ് മറ്റേ ചർച്ച്. എന്താ പറയുക, മഴയത്ത് പെട്ടുപോയി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം, മഴ മാറിയതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല മഴയാണ്. അവിടെ എടുക്കാനാണെങ്കിലും മറന്നുപോയി. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് ചർച്ചിൽ പോയിട്ട് പതുക്കെ തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ യാത്രയുടെ വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊൻകുന്നം റൂട്ടുണ്ട്. പൊൻകുന്നം റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുമളി സൈഡിലേക്കാണ് പോകുന്നത്. ഒരു മലയോര മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ, തേക്കടി. തേക്കടി സൈഡിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പൊൻകുന്നം കഴിഞ്ഞു. പൊൻകുന്നം ചെറിയൊരു ടൗൺ പോലത്തെ ഏരിയ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിനി ചെറിയൊരു വഴിയിലൂടെ, നല്ല കാനന പ്രദേശമാണെന്ന് അറിയില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഗ്രീനറി കാര്യങ്ങളൊക്കെയുള്ള റൂട്ടാണത്. നല്ല രസമുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് മഴയുണ്ട് കേട്ടോ. നല്ല വെതർ സൂപ്പറാണ്. നല്ലൊരു തണുപ്പുള്ള വെതറും. നല്ല രസമുണ്ട് ഇതിലേക്കുള്ള യാത്ര. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ വരുന്നത് തോന്നണം. അപ്പോൾ അവിടെ ഫോഗി ക്ലൈമറ്റൊക്കെ ആയിരിക്കും. സൂക്ഷിച്ച് ഓടിക്കണമെന്ന് മാത്രം, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ചെറിയ സ്പീഡിലൊക്കെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ വഴികളൊക്കെയാണിത്. ഈ പൊൻകുന്നം കുമളി തേക്കടി റോഡ്. നല്ല ടൂറിസ്റ്റ് മൈൻഡും ട്രിപ്പിംഗ് മൈൻഡുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം നല്ല എൻജോയ്മെൻറ്റ് റൈഡും കാര്യങ്ങളും പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഞങ്ങളിന്ന് അവിടെ സ്റ്റേ ചെയ്യാണ്. തേക്കടിയിലൊരു ചെറിയൊരു
ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് സ്റ്റേ ചെയ്യും. അതിനുശേഷം മാത്രം നാളെ തിരിക്കുള്ളൂ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു റൈഡ് മാത്രമാണ്. ഈ വഴിയിലുള്ള റൈഡ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അധികം അവിടെ സ്റ്റേ ചെയ്യാനോ അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കവർ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുന്നു. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ യാത്രയൊന്നും തുടങ്ങിയത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ആയിട്ടാണ് പൊൻകുന്നത്ത് നിന്ന് വിട്ട് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ടൗണായി. കോട്ടയത്തുള്ള ഒരു ചെറിയൊരു ടൗണാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ നമ്മൾ അതും വിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ വഴി ഇപ്പോൾ നമുക്ക് ഇത്തിരി കൂടി വളരെ മനസ്സിന് നല്ല കുളിർമ തരുന്ന ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അവിടെ ഇത്ര ഇതില്ല, ഗ്രീനറി ഇല്ല. ഗ്രീനറി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മലയോര പ്രദേശത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ആ ഭംഗിയാണ് ഈ റൂട്ടിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണത്. ഈ സൈഡിൽ ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം റൂട്ടിൽ കുറച്ചും കൂടി ഗ്രീനറി ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വിടുമ്പോൾ നന്നായിട്ട് എന്താണ് പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള വഴികളും റോഡുകളും മലഞ്ചെരിവുകളും താഴ്വരകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴിയിലുണ്ടല്ലോ പാനിപ്പൂരി, ഷേപ്പൂരി, അങ്ങനെ സംഭവമില്ലേ, ബേൽപൂരി അങ്ങനെ വിൽക്കണ ഒരു കടക്കാരനെ കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം, ഫേവറേറ്റാണ് ഈ ഷേപ്പൂരി. നോക്കിയേ, അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. നല്ല രുചി, എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ സാധനം കഴിച്ചപ്പോൾ മുതൽ. പണ്ട് ഞാൻ ബോംബെയിലൊക്കെ പോയിരുന്നപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഈ സെറ്റപ്പ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണാം. എന്നിട്ട് നമ്മുടെ യാത്ര നമുക്ക് മുന്നോട്ട് തുടരാം ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം. ഗൈസ്, ഞങ്ങൾ പെട്ടു ഗൈസ്. ഈ മുണ്ടക്കണി സൈഡിൽ ഭയങ്കര ട്രാഫിക്കാണ്. കിലോമീറ്റർ ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേ ഡയലോഗ് പോലെ അങ്ങോട്ട് കാണുന്ന ദൂരത്തിൽ എന്താ പറയുക, ഭയങ്കര ട്രാഫിക് കുരുക്ക്, എന്താ പ്രശ്നം എന്നറിയില്ല. അതിൻ്റെ ഒപ്പം ഒരു ഓട്ടോക്കാർ നമ്മുടെ ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വാഹനം വരുന്ന വഴിയിൽ അവർ കയറ്റി പോകുന്നുണ്ട് റോങ് സൈഡ്. അങ്ങനെ ഏറ്റവും അവസാനം അവിടെ എല്ലാവരും കൊണ്ടുപോയിട്ട് ഈ വലിയ ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് എല്ലാവരും നല്ല ഡിസിപ്ലിനായിട്ട് വണ്ടി പോവാണ്ട് വെച്ചിട്ടുണ്ട്. പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ലൈൻ കീപ്പ് ചെയ്ത് നല്ല മാനേഴ്സിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് ഓട്ടോക്കാർ ബൈക്ക് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തെ ലൈനിലേക്ക് മാറ്റിയാലും ഓട്ടോക്കാരെ കൊണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ നടക്കും. എന്നാലും അവർ ചെയ്യണത് അത്ര വലിയ ശരിയുള്ള കേസല്ല. അപ്പോൾ ഇത് എന്ന് തീരും എൻ്റെ ദുരിതം എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ പോലെ ഈ പരിപാടി എന്ന് തീരുന്നുള്ളത്, ഈ ബ്ലോക്ക് എന്ന് തീരുന്നുള്ളത് നമുക്കറിയില്ല. നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നു. ചെരുവും മലകളും കയറിക്കൊണ്ട് നമ്മൾ ഇതാ കുമ്പിളി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തൊക്കെ കാണാട്ടോ. നല്ലൊരു പൊളിച്ചടക്കി പോകുന്ന വഴി, അങ്ങനത്തെ ഒരു നൈസ് വഴിയായിട്ടപ്പോൾ ഈ മുണ്ടക്കായ കഴിഞ്ഞോട് കൂടിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കുന്നും കയറ്റമൊക്കെ വന്നതാണ്. മുന്നും കുന്നും കയറ്റമൊക്കെ ഉണ്ടെങ്കിലും കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത്തിരി കൂടി നല്ല ഫോഗി ആയിട്ടുള്ള കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ നല്ല കുളിർമയും നല്ല സന്തോഷമൊക്കെ ഉണ്ട്. നോക്കിയാ ഭാഗത്തേക്ക് നോക്കിയാ എന്ത് രസമല്ലേ ഇത്. നല്ല വഴിയാട്ടെ, ഇതിക്കൂടെ ഡ്രൈവ് വരുന്ന പട്ടണോടൊക്കെ ഒന്ന് ഡ്രൈവ് ആയി. നല്ല രസമുള്ള വഴികളും കാര്യങ്ങളൊക്കെ. നമ്മുടെ കണ്ണുകൊണ്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ക്യാമറയിൽ ഇത്തിരിയും കൂടി അവരുടെ ഈ ടെക്നോളജി വെച്ചിട്ട് ഈ ഫോഗിനൊക്കെ ഒതുക്കി തീർത്തിട്ടാവും ഈ വിഷ്വൽസ് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് വൈപ്പർ ബ്ലേഡ് ഒന്ന് ഓഫാക്കി ഇട്ടേട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ വഴി കൂടെ ഒക്കെ പടച്ചില്ലെങ്കിൽ ഉണ്ട്. പിന്നെ ജന്മം പോഞ്ഞാട്ടെ ജീവിച്ചിട്ട് കാര്യമില്ല. മറ്റേ യൂറോപ്യൻ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഗൾഫിലേക്ക് പങ്കെടുക്കുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കിട്ടില്ല. അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കവും ഒരു തടാകവും പിന്നെ കത്തിക്കൽ കഴിഞ്ഞു. പിന്നെ ഒരു പോലത്തെ മഴ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളാണ്. ഇതേപോലത്തെ കാലാവസ്ഥ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്.
വണ്ടി. അതൊരു വൈബാണ് കേട്ടോ. എത്ര ഷൂട്ട് ചെയ്താലും നമുക്ക് പോരാണ്ട് വരും. ഇവിടുത്തെ വിഷ്വൽസ് നമ്മൾ എടുത്താലും സ്വിച്ച് ഓഫ് ചെയ്യാൻ തോന്നില്ല ക്യാമറ. അത്രയുണ്ട് അതിൻ്റെ ഒരു മനോഹാരിത. ആ മരങ്ങളൊക്കെ മരം നോക്കി എന്ത് രസമല്ല. ഇങ്ങനത്തെ ഒറ്റ നമ്മളെ വില്ലേജിലൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അങ്ങനത്തെ മേഖലയിൽ. ഇപ്പം ഞാൻ ഒരു കോസ്റ്റൽ ഏരിയ താമസിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ചെറുതായിട്ട് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഈ ഹോസ്പിറ്റല് അങ്ങനത്തെ പരിപാടിയൊക്കെ വളരെ ഇതായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനത്തെ പരിപാടി ഇതായി മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു സംതൃപ്തിയും ഒരു ഇഷ്ടവും ഒരു ലവാണ് നമുക്ക് ഇതിനോട്. പക്ഷെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കുള്ള ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ കേരളമല്ലേ, എന്തായാലും ഹോസ്പിറ്റലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടായിരിക്കില്ല. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു മാത്രം. അങ്ങനെ വഴിക്ക് വരാൻ പോണം ഗൈസ്. എല്ലാവരും നോക്കിട്ടാ രസമല്ലേടാ. ഗ്ലാസ് താത്തിട്ടോ ഉയർത്തി വെച്ചിട്ട് കാര്യമില്ല. ആ വെള്ളം പിടിച്ചിരിക്കുന്ന കാരണം ഒന്നും അങ്ങോട്ട് കിട്ടണില്ല. നമ്മള് മാറ്റി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയിലൂടെ പതുക്കെ മന്ദം ഇത് എവിടെ ഉണ്ടോ? ഇത് നാളെ നല്ല സമയമാണ്. അതാ പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് മരം മുറ്റാൻ ഞങ്ങള്. കുറച്ച് നേരം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ പിന്നൊന്നല്ല, എന്നാലും നല്ല കുറച്ച് മലകൾ ഇങ്ങനെ കയറി മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ചോണുണ്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണെങ്കിൽ തന്നെ സ്ലിപ്പറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല അപകടം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോക്കി അങ്ങനെ കാണിച്ചതാ. നോക്കിയ മലയും കാര്യങ്ങളും. ഡ്രൈവർമാരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ഓടിക്കണം. ബാക്കിയുള്ളവരൊക്കെ കാണിച്ചോണ്ടോണം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ കിളി മാറും. പിന്നെ ഇവിടെയൊക്കെ ബാരിക്കേഡ് അല്ലാട്ടോ, അതിനെന്താ പറയും, ഫെൻസിങ്ങും അല്ല. ആ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ പലയിടത്തുള്ള പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. എന്നാലും ഡ്രൈവർമാർ പണിയെടുത്തോണം. ഈ വഴിയിൽ നല്ല ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാൻ പറ്റില്ല. അതേപോലത്തെ വ്യൂ പോയിന്റുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ വരുമ്പോൾ നൈസായിട്ട് എൻജോയ് ചെയ്യുക. ഡ്രൈവർമാർ ഇപ്പം ഈ മലയോര മേഖലയിലൊന്നും ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പ്രിക്കോഷൻ എടുക്കുക. ഈ കാണുന്ന കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോക്കാണ്ടിരിക്കുക, എല്ലാവരും നോക്കിയിരിക്കും. അപ്പോൾ ഡ്രൈവർ അതൊക്കെ നോക്കിയിരുന്ന് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഹൈലക്സ് 40 ലക്ഷം രൂപയുടെ വണ്ടി നമ്മുടെ അവിടെ 30 ലക്ഷത്തിന് താഴെ എന്തെങ്കിലും അവിടെ നമ്മുടെ ഗവൺമെന്റിന് കുറെ ടാക്സ് കിട്ടുന്നുണ്ടല്ലോ. അതിന് ഹാപ്പി. അല്ലെങ്കിൽ നമുക്കൊക്കെ എടുക്കാന്നുള്ളത്. ഈ 40 ലക്ഷം രൂപയും കൊടുത്ത് ഹൈലക്സ് വാങ്ങിക്കുന്നു പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. മനസ്സിന് ചെറിയൊരു വിഷമം. ഇത് നമ്മുടെ സ്ഥലത്തൊക്കെ അതിന് ടാക്സും ഇല്ല, ഒന്നുമില്ല. 10-20
ലക്ഷത്തിനിടയിൽ ഫുൾ ഓപ്ഷൻ സാധനം കിട്ടും. അപ്പൊ ആ വണ്ടി റോഡിൽ കൂടെ പാസ്സായിപ്പോ നമുക്കൊരു വിഷമം. അതായത് വാങ്ങിക്കാൻ പറ്റാത്ത ചേട്ടാ, വാങ്ങിക്കാൻ പറ്റാ, ആ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ആ മാനുഫാക്ചറർ കൊടുക്കുന്ന ഒരു പൈസയുണ്ട്, ആൾക്കാർക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് അവർ ഇട്ടിട്ടുള്ള ടയോട്ട കമ്പനി. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗവൺമെന്റും കൂടി കുറേ പൈസ വാങ്ങിച്ചിട്ട് അതങ്ങനെ റോഡൊന്നും കാര്യങ്ങളൊന്നും റെഡി തന്നെയല്ല. ഇപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ ഭയങ്കര വിഷമമാണ് റോഡ് ഓടിക്കുമ്പോൾ, റോഡല്ല വണ്ടി ഓടിക്കുമ്പോൾ. അപ്പം അതിനിടയിൽ കൂടെ ഈ ടയോട്ടയ്ക്കൊക്കെ 40 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വണ്ടി വാങ്ങിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട്. എസ് യു വിയിൽ തന്നെ ഫോർച്യൂണറൊക്കെ 60 ലക്ഷം രൂപയ്ക്കാന്ന് പറയുന്നത്. വേറെ ഒരു സ്പെസിഫിക് മോഡലിനൊക്കെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ലെജൻഡർ കൈൻഡ് ഓഫ് മോഡലിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഭയങ്കര വിലയും വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങളോട്ട് നടക്കണില്ല. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പാവപ്പെട്ടവരായി, ലൈസൻസും കിട്ടണില്ല, കോപ്പിയെ പ്രിൻ്റ് അടിച്ചിട്ടുള്ള കോപ്പിയും കിട്ടണില്ല, RCയും കിട്ടണില്ല. ഇപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ അവൻ്റെ ഇടയിൽ പോകുന്നുണ്ടാവും, നമ്മൾക്കോട്ട് അത് അറിയണമില്ല. ഒക്കെയാണ് വിഷയം. അപ്പം ഈ വഴിയിലൂടെ വരുമ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറയാൻ ഉദ്ദേശിച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈവർമാരൊക്കെ ഒന്നുകൂടി ബ്യൂട്ടി ആസ്വദിച്ചോ, പക്ഷെ അധികം ആസ്വദിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല വഴിക്ക് പോകും. അപ്പം അതാണെന്ന് നമ്മുടെ മെയിൻ അജണ്ടയാണ് സംസാരത്തിൽ. അപ്പം അതിൻ്റെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കണ്ടപ്പോൾ ഇതൊക്കെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ, കാരണമൊന്നും വിഷയമല്ല. പക്ഷെ വലിയൊരു ലോറി ട്രക്കൊക്കെ ആണെങ്കിൽ പതുക്കെ അരിച്ചരിച്ചൊക്കെ കയറുള്ളൂ. പിന്നെ രസമാണ് കോടമഞ്ഞും അടിഭാഗത്തൊക്കെയാണ്. അടിഭാഗത്തേക്ക് ഉണ്ടല്ലോ മഞ്ഞ്, വെള്ള മഞ്ഞായിട്ട് കെടുക്കുക. മുകളിൽ നമ്മുടെ താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മഞ്ഞിട്ട് അതുപോലെ അതേപോലെ തന്നെ കെടുക്കുക. ഇതല്ലേ ലെജൻഡറും തമ്മിൽ ഇപ്പം എത്ര വ്യത്യാസം? 5 ലക്ഷം രൂപ. എനിക്കറിയില്ല, അറിയില്ല. ഇതിന് മുകളിൽ കേട്ടോ ടീ പ്ലാന്റേഷൻ അല്ലേ? നോക്കി നല്ല രസമായിട്ടുള്ള മഴയും തോന്നുന്നു. ഏകദേശം നല്ല ഒരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. കേട്ടോ നോക്കിയാ മല നോക്കി അല്ലേ? അതൊക്കെ നൈസായിട്ട് ഓടിച്ചാൽ മതി ഈ വഴി കൂടെ. അധികം വലിയ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ആവാണ്ട് നൈസായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ വഴിയാണ്. നമ്മളൊന്നും ഇങ്ങനെ ഒന്നും അധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മലകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ കൊങ്കൺ വഴിക്കൊക്കെ ട്രെയിനിൽ ഇങ്ങനെ മുംബൈയിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ ഒരു എൻജോയ്മെന്റ് അടിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു രസമാണ്. പിന്നെ നമ്മൾ തേക്കടി ഭാഗത്തെത്തുമ്പോൾ ഇതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു മലകളൊക്കെ നിൽക്കണതൊക്കെ. എൻ്റെ അമ്മ. അപ്പൊ ഈ വീഡിയോ ഇപ്പോൾ വല്ലവരൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ വീഡിയോയ്ക്ക് ഒരു റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ കാണുകയാണെങ്കിൽ തന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വഴിക്ക് വന്നോളാം. ഈ കോട്ടയത്ത് നിന്ന് കോട്ടയം വഴി കോട്ടയം കൂടിയിട്ട് ഓടിക്കണ്ട, കോട്ടയം പാല, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കായത്തു നിന്നാണ് ഈ സെറ്റപ്പ് തുടങ്ങുന്നത്. അതുവരെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രീനറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഒരു ഗുമ്മില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ മുണ്ടക്കായം കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഈ ബാക്കിൽ കാണാൻ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളും. ആ ട്രാഫിക്കും കാര്യങ്ങളും കഴിഞ്ഞാളില്ല ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കേട്ടോ ട്രാഫിക്. ഞങ്ങൾ കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ടു വന്ന് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടല്ലോ. സ്വർഗം പോലത്തെ അനുഭവമല്ല അനുഭൂതി. ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ കട്ട് ചെയ്തെടുത്തുള്ള പാറകളും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ മഴക്കാലത്ത് വെള്ളങ്ങളൊക്കെ അരിച്ചരിച്ച് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നൈസായിട്ടുള്ള ഒരു അനുഭവമാണ്, ഒരു ഹാപ്പി മൊമെന്റ്. അതാണ് നമ്മൾ ഈ ഡ്രൈവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കി ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ട. വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തതിൻ്റെ ആ വെള്ളം ഇങ്ങനെ
വലിച്ചൊലിച്ച് വരാ താഴേക്ക്. വഴിയില് മൊത്തം കോടയാട്ടാ, ശ്രദ്ധിക്കണം. ഈ വഴിയിലൊക്കെ കോട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി. വണ്ടി പഴുന്നതൊക്കെ ഭയങ്കര രസം തന്നെയാട്ടാ ആ വഴിക്കോടൊക്കെ. മഴയില്ലെങ്കിൽ മഴയില്ലാത്ത കാരണം ഇത്തിരി കൂടി ക്ലാരിറ്റി ഉണ്ട്. എന്റെ ദൈവമേ, ഈ ടൈമിൽ നമ്മുടെ പ്രശസ്തരായ യൂട്യൂബ് ചാനലുകാർ പാടിയൊരു പാട്ടുണ്ട്. ആ പാടാൻ തോന്നുന്നു. ഞാൻ ഒരു കോപ്പി റൈറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അവര് പാട്ടും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന് നല്ല ആ ഒരു ബ്യൂട്ടീനെ വർണ്ണിക്കാൻ ഒരു പാട്ടുണ്ട്. പാടിയാലോ? പാടണമെങ്കിൽ പാടാ. നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പക്ഷികൾ അപ്പോ അവരിങ്ങനെ ഈ പാട്ട് പറഞ്ഞ് കേട്ട് നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയാനില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. നമ്മളിങ്ങനെ ഒന്നീന്ന് തുടങ്ങി പതുക്കെ കയറി വരുന്ന വിചാരിക്കുന്നു. ഈ കേട്ടൊക്കെ കഴിഞ്ഞ് വലിഞ്ഞ് കയറുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ദിവസം എവിടേക്കെങ്കിലൊക്കെ വലിഞ്ഞ് കയറുന്നു തോന്നുന്നു. അപ്പൊ അതിന്റെ പിന്നെ നമ്മൾ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആകെ കൂടി 4-5 കുക്കിംഗ് വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിക്കാന്നല്ലാണ്ട് വളരെ ഡെസ്പ് അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. ഈ മഴക്കാലത്ത് എനിക്കുള്ള വണ്ടി ഓടിച്ചിട്ട് ഗൾഫിൽ പോവാന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടം. വെൽക്കം ടു വളഞ്ഞെങ്ങാനം വാട്ടർഫോൾ. നോക്കിയേ, ഓ നമ്മളെ കൊരങ്ങന്മാരും കേട്ടാ. ഇവിടെ ഇങ്ങനെ വണ്ടി ഒരിക്കലും നിർത്തിയിടാൻ പാടില്ല കേട്ടോ. ബാക്കിയുള്ള നിങ്ങൾ വരുന്നവരൊക്കെ ഇങ്ങനെ ചെയ്തോണം. വണ്ടി ഒന്നും നിർത്തിയിടാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മള് ഇതൊന്നും ഇതിലേക്ക് റെക്കോർഡ് ചെയ്യില്ല, അതിലേക്ക് റെക്കോർഡ് ചെയ്യും. നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പാടില്ല ഇങ്ങനെ വരുന്ന വഴിക്ക്. കാരണം ജസ്റ്റ് ഈ വാട്ടർഫോൾസ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ നിർത്തിയതാട്ടല്ലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ പോയപ്പോൾ മറ്റേ പരുന്തുംപാറ കയറത്തോടെ ഇറങ്ങി. നേരത്തെയായിരുന്നു, പക്ഷെ ഇറങ്ങിയില്ല. വണ്ടി കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി. വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര മഴക്കാലമായിട്ടാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് പോയാലോ? പോയേക്കാം. അപ്പം നമ്മൾ പടക്കിന് മുന്നോട്ട് പടക്കാണ്. വണ്ടിയൊന്നും പേടിക്കണ്ട, നമ്മൾ നോക്കിയിട്ടില്ല വണ്ടി ഓടിക്കാൻ. പതുക്കെ ഓടിച്ചാൽ മതി. രസമല്ലേ ഇങ്ങനെയുള്ള വാട്ടർഫോൾസ് ഒക്കെ? ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കി നമ്മൾ വഴിയിൽ കണ്ടൊരു വീടാണ്. നമ്മളൊരു യൂറോപ്യൻ ശൈലിയിലുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞു. ഈ വഴിയൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇവിടെയൊക്കെ എന്തോ ഒരു കോളേജും കാര്യങ്ങളുണ്ട്. മരിയൻ കോളേജ് അങ്ങനെയൊക്കെ പേരായിട്ടുള്ള കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. നല്ല രസമല്ലേ ഇവിടെ പഠിക്കാൻ. വേനൽക്കാലത്ത് എന്തോടെ ടെമ്പറേച്ചറൊന്നും അറിയില്ല. പക്ഷെ മഴക്കാലത്തും പിന്നെ വിൻ്ററിലും ഒക്കെ നല്ലൊരു കൂളി വെതറായിരിക്കും. അത് കാരണം തന്നെ ഇവിടെ നല്ല വൈബ് കിട്ടും. വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. നമ്മുടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ആവില്ല എന്ന് വിചാരിക്കുന്നു. തണുപ്പുള്ള വിൻ്ററിലൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര പുഴുക്കവും കാര്യങ്ങളൊക്കെ. ഇവിടെ മലയായ കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്ലാന്റേഷൻ. ഈ വഴിക്ക് പോണ ടൈമിലുള്ള പ്ലാന്റേഷൻ എന്താ ഏതാ പ്ലാന്റർ ഏതാണെന്ന് അറിയില്ല. ഭംഗിയിട്ട് കാണാൻ. ഞങ്ങൾ കുറച്ച് നേരം ഓടിച്ചു. എന്നിട്ടും
നല്ല മനോഹരമായ വ്യൂസ് തന്നെ എപ്പോഴും ഇത് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ് പൂർണ്ണമായി അവസാനിക്കും. അത് കാരണം നമ്മൾ ഇടയ്ക്കാനൊക്കെ പിടിക്കണുള്ളൂ. അതായത് കുറച്ച് വഴി ഓടിക്കും. പിന്നെ ഏറ്റവും നല്ല വ്യൂസ് നമുക്ക് തോന്നണതൊക്കെ പിടയ്ക്കും. എന്നാലും ത്രൂ ഔട്ട് മുണ്ടക്കായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ തന്നെയാണ്. മുണ്ടക്കായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പുള്ളി വൈബ് സ്ഥലങ്ങളാണ്. നല്ല ടീ പ്ലാന്റേഷനും കോടയും ഈ വെതറിൽ തന്നെ വരണം, ഈ മൺസൂൺ വെതറിൽ തന്നെ വരണം. അല്ലാത്ത ടൈമിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വന്ന് നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം വഴിയും ഭയങ്കര ഗ്രീനറി നിറഞ്ഞിട്ടുള്ള വഴികളാണ്. അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റം, ഒരു ഹെയർ പിൻ വളവ് പോലത്തെ സെറ്റപ്പ്. നമ്മൾ വണ്ടി വലിപ്പിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഓട്ടോ വണ്ടി ആയ കാരണം കുറച്ച് കളർച്ചയുണ്ട്. എന്നാലും ഉഷാറാണ് വണ്ടി. AC-ലാ പടക്കണ കേട്ടാ ഓട്ടോ കൂട്ടാൻ. നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക, കുമളി ലക്ഷ്യമാക്കി. നോക്കിയാ ഭാഗം കാണിച്ചു കൊടുത്തത്, ഈ ഭാഗം കാണിച്ചു കൊടുത്തത് കണ്ട ടീ പ്ലാന്റേഷൻ നോക്കി കണ്ട. എത്ര നല്ല ഭംഗിയാ നോക്കി പ്രദേശങ്ങളൊക്കെ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും നമ്മൾ ഈ ക്യാമറ ഓണാക്കി ഓഫ് ആക്കില്ല. അതിനിടയിൽ എപ്പോഴും നല്ല നല്ല വ്യൂസ് കാണാം. നോക്കിയേ വ്യൂ നോക്കിയേ. നോക്കിയാ ഫ്രണ്ടിലുണ്ട് ബോർഡ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു പ്ലാന്റേഷൻ സെറ്റപ്പാണ്. പീരുമേട് കഴിഞ്ഞിട്ടല്ലേ ഇവനെ? കഴിഞ്ഞിട്ട് അതായത് നമ്മള് കട്ടപ്പനയ്ക്ക് പോണ വഴിയിലല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. ഡീവിയേഷൻ എടുക്കണം. കുമ്പളി റോട്ടിൽ ഡീവിയേഷൻ എടുത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഭംഗിക്ക് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര രസമായിട്ടാണ് ഈ വഴി കൂടെ പോകുമ്പോൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോ എടുക്കുക, എന്നിട്ട് അപ്പോഴേക്കും അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. പക്ഷേ ഈ സ്ട്രെച്ചിൽ വന്നപ്പോൾ ഉണ്ടല്ലോ പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ പറയില്ല. അതേപോലെ ഓക്കെ ഫ്രണ്ടിലേക്ക് നോക്കി. അവിടെ ചെറിയൊരു ലേക്ക് പോലെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല രസമാണ്. ഇത് കണ്ണത്തോളം ഇരുപത്തോളം നല്ല ഭംഗിയുള്ള വിശാലായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നേച്ചറിന്റെ ബ്യൂട്ടി ഇത് നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് കാണാനുള്ള നേച്ചറിന്റെ ബ്യൂട്ടി അത് നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടില്ല, ഇറഗുലർ ആയിട്ട്. ഇതൊക്കെ കുറച്ചും കൂടി പ്ലാന്റേഷൻ വെട്ടി എടുത്തിട്ട് അതിന്റെ ഒരു തളിർത്ത ഇലകളൊക്കെ പോയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഈ സൈഡിൽ നോക്കിയാ കോർണറിലേക്ക് നോക്കിയാ എന്താന്ന് നോക്കി കോടയും കാര്യങ്ങളും. ആൾക്കാർക്കാണ് എൻ്റെ സംസാരം കേട്ട് വെറുതെ അവസ്ഥ അത്രത്തോളം ഉണ്ട് പറഞ്ഞിരിക്കുക. അത് കാരണം നമ്മൾ പടക്കണത് അല്ലാണ്ട് വേറെ എന്നിട്ട് ഇവിടെ കാണാനുള്ള ഇതൊക്കെ തന്നെ. ഇതിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് പോകാന്നുള്ള നോക്കിയാൽ പുൽമേടും കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനത്തെ ആടങ്ങൾ വരയാടകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പുൽമേടുകളിൽ നിന്ന് മേയുക. അതൊക്കെ അതിനുള്ള സ്റ്റെബിലിറ്റി ഉണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാനുള്ളത് ഈ മലയിലൊക്കെ പണ്ട് എവിടെയൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ എൻ്റെ ബ്യൂട്ടി നോക്കി പൊള്ളി സ്ഥലമാണ്, പൊള്ളി സ്ഥലം. പീരുമേട് കഴിഞ്ഞു, മുണ്ടക്കായം കഴിഞ്ഞ് പീരുമേടും തൊട്ടിട്ട് നമ്മളിപ്പോൾ ആ സ്ഥലത്തിന് പെട്ടിട്ടുണ്ടാവുന്ന തേക്കടി കുമളി. അപ്പോൾ പീരുമേടും
മുണ്ടക്കായും പീരുമേടും ആ സ്ട്രെച്ച് തൊട്ട് നമുക്ക് പിന്നെ വെറുപ്പേരില്ല. ഫുൾ ഗ്രീനറി. മൂന്ന് ജംഗ്ഷനും കാര്യങ്ങൾ വരുമ്പോഴുള്ള ഒരു എന്താ പറയാ ഹ്യൂമൻ ടച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് നമ്മുടെ നേച്ചർ, ഇറക്കവും കാര്യങ്ങളും പറയാൻ പറ്റില്ല. അത്രയും വർണ്ണനാതീതമായിട്ടുള്ള സെറ്റപ്പുകൾ ഗൈസ്. അപ്പോൾ നമ്മളുടെ ട്രാവൽ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ കുമളി തേക്കടി റൂട്ടിലുള്ള നമ്മുടെ ട്രാവൽ വീഡിയോസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാം. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. നമ്മുടെ വാലീസും ഹിൽസും പിന്നെ അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ടീ പ്ലാന്റേഷനൊക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി കണ്ടതിൽ. താങ്ക് യു.